ചോദ്യം വ്യക്തമാണോ അതോ ഇനി ടോൺ മാറ്റി ഒന്നുകൂടി ഞാൻ വേണേ വിശുദ്ധ ടോണിൽ പറയാം. അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണ് കൊച്ചിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്? അവിടെ വേശ്യാവൃത്തി നടക്കുമ്പോൾ എങ്ങനെയാണ് അതൊന്നും കൊച്ചിനെ വേണ്ട, അതൊന്നും അതിന്റെ കൊണ്ടാക്കിയത്? ഒന്നും ആവശ്യമൊന്നുമില്ല. അല്ല വിശുദ്ധ അപ്പൊ ട്യൂണിൽ പറയാം. ഓക്കെ വിശുദ്ധ അല്ലല്ല, ഇവര് പറയുന്നെന്ന് അല്ല പറയണം. അല്ല ഞാൻ അതായത് ചോദിക്കട്ടെ. വേശ്യാവൃത്തി എന്ന് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്കാണ് ആ ഒരൊറ്റ അല്ല ഒരു ഇല്ല ഞാനൊരു അവര് സ്റ്റേറ്റ്മെന്റ് കാര്യം പറഞ്ഞു പോകുന്നത്. ചോദിക്കട്ടെ. കഴിഞ്ഞത് അല്ല പറഞ്ഞു ഇപ്പം കഴിഞ്ഞത്. ഇപ്പം ഫൈവേ അത് ബൈബിളിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാ പോകുന്നത്, അതാ അവിടെ പ്രശ്നം. കൃത്യമായിരുന്നു ആ സ്ഥലം. അങ്ങനെയാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളിയായിരുന്നു എന്നാണോ നീ പറഞ്ഞു വരുന്നേ? ആ ദേവാലയം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണോ? അല്ല ഞാനൊന്നും പറയുന്നില്ല, പ്രശ്നം അല്ലല്ല ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് അതല്ലല്ല, ഒരു മിനിറ്റ് ഒരു അതല്ല മിനിറ്റ് ഒരു അതല്ല ഇവിടുത്തെ നിയോൺ ബ്രോ ആർഗ്യുമെന്റ്. അല്ലല്ല, നിയോൺ ബ്രോ നിക്ക്. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ടായിരുന്നു, മനുഷ്യരുടെ തെറ്റിനാലെന്ന് പറഞ്ഞ് ആന്റോ സമ്മതിച്ചു. ഫൈവ് അതിലാണ് മാതാവിനെ ആക്ഷേപിക്കുന്നത് ആരാണ്? ഇതുപോലൊരു മോശം സ്ഥലത്ത് വളർന്ന ആളാണ് മാതാവ് എന്ന് പറയുമ്പോൾ ആരാണ് ആക്ഷേപിക്കുന്നത്? പറയൂ. ഞാൻ മോശപ്പെട്ട സ്ഥലത്ത് വളർന്ന ജീവിച്ച ഒരു മോശം സ്ത്രീ ആയിരുന്നു മാതാവെന്നാണ് അങ്ങനെയല്ല, അതായത് ഇവിടെ ഒരു ഇവിടെ ഇവിടെ മിനിറ്റ്. ഇവിടെ ഇവിടെ ഒരു സെക്കൻഡ്, ഒരു ചെളിക്കുണ്ടില് സെക്കൻഡ്. ഇവിടെ താമര മനുഷ്യരുടെ മനോഹരമായിട്ട് ഇത് ഞാൻ വിരിയാറില്ലേ? ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ഒരു സിമ്പിളായി മിനിറ്റ്. ചോദിച്ചതേ ഉള്ളൂ, അല്ല, സിമ്പിളായിട്ട് ചോദിച്ചതേ ചിറമേലെ ഉള്ളൂ. നീ മ- വെറുതെ ആവശ്യമില്ലാണ്ട് ബഗേജുകൾ വെക്കാണ്. അതായത് ചെളിക്കുണ്ടിലും മനോഹരമായിട്ടുള്ള താമരകൾ വിരിയാറുണ്ട്. അതേപോലെ ഇതേയാന്ന് മനസ്സിലായോ? പറഞ്ഞിട്ട് പോയ ആളാ. ഇന്നലെ ഒരുത്തൻ വന്ന് താങ്കളുടെ നിങ്ങള് ആർഗ്യുമെന്റ് പരിശുദ്ധന്ന് അതല്ല, വിളിക്കുന്നത് സത്യവിശ്വാസികളായ ഇരയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഇതേക്കുറിച്ചൊക്കെ മാത്തുക്കുട്ടി, ബോധമുണ്ട്. നിങ്ങൾക്കാണ് ഞങ്ങള് ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങള് വിവരമില്ലാത്ത. പുള്ളിക്കാരി ഭാഗ്യവതിയാണെന്ന് പറയുന്ന ആളാ. അല്ല, നിങ്ങളെ നിങ്ങളെന്തിനാ വിശ്വാസം പുള്ളിക്കാരത്തെ അപമാനിക്കുന്നേ? ചോദിച്ചു ഈ വരുമ്പോ അതേ ഫൈവൊക്കെ നിങ്ങള് കൂടിയിട്ട് നിങ്ങള് ഇങ്ങനത്തെ പണ്ടേ നടത്തുന്നത്. അപമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഫൗണ്ടേഷൻ യഹോവയെ തെറി വിളിച്ച് തുടങ്ങിയപ്പോഴേ ഫൗണ്ടേഷൻ പണ്ടേ അപമാനിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ അറിയുന്നത് എടാ ഈ ഇപ്പൊ അടുത്ത തന്നെ സംബന്ധിച്ച് ആദമിന് അവൻ പറഞ്ഞ ഗ്രാഫിക് കാര്യങ്ങളൊന്നും മാതാവിൽ നിന്ന് അകറ്റി വെക്കാൻ പറഞ്ഞ് പറ്റുന്നില്ല. അതുകൊണ്ട് ആദമിന് പറയേണ്ട വന്നു പുള്ളിക്കാരി എരയാണെന്ന്. എന്ത് അവൻ ഫൗണ്ടേഷൻ ഇട്ടായിരുന്നു ഈ ഇത്രയും നാളും യാദവൊക്കെ ആരാണ്? വെടിവെച്ചുകൊണ്ടിരുന്നെന്നുള്ളത് അവൻ ഞാൻ ഇന്നലെ അതൊന്നല്ല. അറിഞ്ഞത്. ഞാനിപ്പോ മാത്യു, ഇത്രയും മാത്തുക്കുട്ടി ചുമ്മാ മോശമായ ഒരു സ്ഥലത്ത് അപ്പനും അമ്മയും അവരെ അതെ. കൊണ്ട് ആക്കി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാണക്കേട് ഇനി അമ്മയ്ക്ക് ആ വരാനുണ്ടോ? അവിടെ അല്ല അതെങ്ങനെ എന്റെ മാത്തുക്കുട്ടി ചോദിക്കുന്നത്? പൊന്ന് ചിറമേലെ, അത് ആ സ്ഥലത്ത് നിങ്ങള് ഒത്തിരി. അപ്പനും അമ്മയും അവരെ അതെ. കൊണ്ട് ആക്കി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാണക്കേട് ഇനി അമ്മയ്ക്ക് ആ വരാനുണ്ടോ? അവിടെ അല്ല എന്റെ അതെങ്ങനെ മാത്തുക്കുട്ടി പൊന്ന് ചിറമേലെ, അത് ആ സ്ഥലത്ത് നിങ്ങള് ഒത്തിരി തെറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ദൈവത്തെ രക്ഷകനായ ദൈവത്തിന്റെ മാതാവിനെ സൂക്ഷിക്കാൻ ദൈവത്തിന് വേശ്യാലയം മാത്രമേ കിട്ടിയുള്ളൂ, വേറൊരു സ്ഥലവും ഭൂമി അല്ല, കിട്ടിയില്ലേ? അവിടെ തെറ്റുകൾ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു.